സോ ഇന്ന് നമ്മൾ ഇന്നത്തെ നെക്സ്റ്റ് മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് ഇൻ ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഐ ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ സെറ്റ്. ഒരു ഔട്ട്ലൈൻ വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ ഔട്ട്ലൈൻ ചെയ്യുന്നില്ല, ബട്ട് ദെൻ ഐ വിൽ ബി ഡൂയിങ് ചെറിയ ഭാഗം. സോ ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈനറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതേ തന്നെ യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് പ്രിൻ്റ് ഔട്ട്സ്. ഇല്ല, ഇഫ് യു വോണ്ട് ടു ട്രൈ ഡ്രോയിങ് ഇറ്റ് ഇൻ സം അതർ ഔട്ട്ലൈൻസ്, നോ പ്രോബ്ലം, ഗോ ഹെഡ്. Tiny hands. നമ്മൾ ഇതുവരെ മുന്നേ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ബ്ലാക്ക് ഔട്ട്ലൈനർ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇൻട്രിക്കേറ്റ് വർക്ക്സ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഹിയർ ആൻഡ് ദെയർ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പെസിഫിക് പിക്ചർ എടുത്തത്. അതിൽ ചെറിയ ടൈനി വർക്ക്സും കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇതിൻ്റെ അപ്പർ പോർഷൻ ഈ ഒരു ഐസിൻ്റെ ഭാഗമാണ് വളരെ പതുക്കെ ഞാനിതിൽ ഈ വലിയ ഈ ഓട്ട പോലെയില്ലേ, അത് ഞാൻ കുറച്ച് റാൻഡമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പിക്ചറിൽ ഇങ്ങനത്തെ ഡിസൈൻ ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്, നോ പ്രോബ്ലം. കയ്യിലൊരെണ്ണം കൊടുക്കാം. റെസ്റ്റ് ഇസ് ഓൾ ആയി. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഞാനിത് ഇതിൻ്റെ ഔട്ട്ലൈൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കൊന്നും കാണണ്ടാവില്ല. വൈറ്റ് ഷീറ്റ് വയ്ക്കുമ്പോൾ കണ്ടോ, ഇതിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത്. ഇതൊന്ന് ഡ്രൈ ആവട്ടെ, ദെൻ വിൽ കണ്ടിന്യൂ. നമ്മുടെ ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചൂസ് ദിസ് കളർ ആൻഡ് ദിസ് കളർ കേട്ടോ. ഇത് ഞാൻ അക്രലിക് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഗ്ലാസ് കളേഴ്സ് വെച്ചിട്ടല്ലേ, വാട്ടർ ബേസ്ഡ് ഗ്ലാസ് കളേഴ്സ് വെച്ചിട്ടല്ലേ. ചേഞ്ച് ഇറ്റ്. നമ്മളത് ചേഞ്ച് ചെയ്തിട്ട്
നമ്മുടെ അക്രിലിക് കുറച്ച് മതിയാവും കേട്ടോ ഇതിന്. സോ ഐം ഗോണ സ്റ്റാർട്ട് വിത്ത് ദ വുഡ് പാർട്ട്. വുഡിൻ്റെ പാർട്ടിൽ നമ്മൾ നോർമൽ നമ്മുടെ ഷീറ്റ്സിലോ ഇതിലൊന്നും ചെയ്യുന്ന പോലെയല്ല, ഇതിനിങ്ങനെ ലൈറ്റായിട്ട് ഒറ്റ സ്ട്രോക്സാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം സെക്കൻഡ് കോട്ടും കൂടെ കൊടുക്കേണ്ടി വരും നമുക്ക്. നമ്മൾ നോർമൽ നമ്മുടെ ആർട്ട് GSM പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്യാൻവസ് ബോർഡ് ഷീറ്റ് ഇതിലൊക്കെയാണ് നമ്മൾ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റ സ്ട്രോക്ക് കൊടുത്താൽ തന്നെ യു വിൽ ഹാവ് ഇനഫ് കളേഴ്സ് കിട്ടും. പക്ഷേ ഗ്ലാസ്സിലോ അല്ല OHP ഷീറ്റിലോ, യു ക്യാൻ ഡു ദിസ് ഇൻ ഗ്ലാസ് ഓൾസോ. അപ്പോൾ OHP ഷീറ്റോ ഗ്ലാസ്സോ യൂസ് ചെയ്യുമ്പോൾ ഇത് സൂക്ഷിച്ച് കൊടുത്തില്ലെങ്കിൽ, ഐ മീൻ നമുക്ക് വേണ്ട കളർ കിട്ടിയില്ലെങ്കിൽ ഇത് ഉണങ്ങിയതിന് ശേഷം വീൽ ഹാവ് ടു ഗിവ് 1 more coat. കണ്ടോ? അപ്പോൾ ഇത്രയും പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്യാരക്ടറിലേക്ക് പോവാം. എടുക്കുന്നത് അക്രിലിക്കിൻ്റെ ബേസിക്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിന് ഈ ഗ്രീൻ എടുത്തിട്ട് എന്താ ഇങ്ങനെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഇത് ഞാൻ കൊടുക്കുമ്പോൾ ഇത്തിരി തിക്നെസ്സിലാട്ടോ കൊടുക്കുന്നത്, ബിക്കോസ് ഞാൻ ഇത് ഡൈല്യൂട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അക്രിലിക്സ് സാധാരണ ചില പെയിൻറ്റിങ്ങുകൾ ചെയ്യുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യാറുണ്ട്. ഇതിൽ ഞാൻ ഡൈല്യൂട്ട് ചെയ്യാതെ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്രീനിൻ്റെ തിക്നെസ് കുറച്ച് കൂടുതലായതുകൊണ്ട് പെയിൻറ്റ് ടു പെയിൻറ്റ്, ബ്രാൻഡ് ടു ബ്രാൻഡ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. വിച്ച് അക്രിലിക് യൂസ്. ഇപ്പോൾ ഇതിൽ തിക്നെസ് കൂടിയതുകൊണ്ട് ചില സമയം ഇത് ഒറ്റ കോട്ടിൽ തന്നെ ദിസ് വിൽ ഫിനിഷ്. ഇതിലിനി കൂടുതൽ കൊടുക്കേണ്ടി വരില്ല. ഞാനിങ്ങനെ നല്ല തിക്നെസ്സിൽ കൊടുക്കുകയാണ്. ഇങ്ങനെ ഡാബ് ചെയ്താണ് കൊടുക്കുന്നത് കേട്ടോ. ദിസ് ഈസ് വൺ മെത്തേഡ്. ഈ മെത്തേഡ് നമ്മൾ മുന്നേ ചെയ്ത മെത്തേഡ് കൊടുക്കുമ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഞാനിപ്പോൾ ഈ ഫ്ലാറ്റ് ബ്രഷ് അല്ലേ യൂസ് ചെയ്യുന്നത്. ഫ്ലാഷ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തിക്നെസ് ഒരുപാടിൻ്റെ ആവശ്യം വരില്ല. ഐ മീൻ സെക്കൻഡ് കോട്ടിൻ്റെ ആവശ്യം വരില്ല. പക്ഷേ മേക്ക് ഷുവർ you touch every nook and corner.
ഇപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഗ്ലാസ് പെയിൻറ്റിങ്. ഫസ്റ്റ് മെത്തേഡ് എനിക്ക് വേറൊരു സ്ഥലത്ത് പഠിപ്പിച്ചു തന്നാണ്. പക്ഷേ വേറെ ഈ ഒരു മെത്തേഡ് എനിക്ക് another ടീച്ചർ പഠിപ്പിച്ചു തന്നതാണ്. ഇതാകുമ്പോൾ ഇറ്റ് ഫിൽസ് ബ്യൂട്ടിഫുള്ളി, നല്ല തിക്കിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഫില്ലാവും. അറ്റ് ദ സെയിം ടൈം പിക്ചറിൽ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സിനെസ്സോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഐസിൻ്റെ ഉള്ളിൽ പോവാതെ നോക്കണം. സോ നമ്മുടെ ദിസ് പോർഷൻ ഈസ് ഓവർ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ഒരു കോട്ടും കൂടെ കൊടുക്കാം, പിന്നെ ഐസും ഫില്ല് ചെയ്യാനുണ്ട്. ലെറ്റ്സ് ഡു ദാറ്റ്. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒരു ചെറിയ ബ്രഷ് എടുത്തിരിക്കുന്നത്, ലൈക്ക് പോയിൻറ്റ് ബ്രഷ് ഒന്നല്ല, സ്മോളർ വൺ കേട്ടോ, കുറച്ച് താഴെ തിക്നെസ് ഉള്ള. അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കും. ബിക്കോസ് ദിസ് ആ ഹോള് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ ഹോള് നടുവിൽ അതെപ്പോഴും ലൈറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പാടില്ല, റെസ്റ്റ് ഓഫ് ദി ഏരിയയിൽ വേണം കൊടുക്കാൻ. അതായത് നടുവിലൊരു കുഞ്ഞ് വൈറ്റ് ഡോട്ട് വേണം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ. അപ്പം അതേപോലെ തന്നെ ഇവിടെ എന്താ ഒരു വൈറ്റ് ഡോട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ആൻഡ് അതിന് ചുറ്റുമുള്ള വൈറ്റ്, ദാറ്റ് വിൽ ഓൾസോ ബി ലീവിങ് വൈറ്റ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയ, ഐസ് കൊടുക്കേണ്ട ഏരിയ. ഇനി നമുക്കിത് ഫുള്ളായിട്ട് ഉണക്കണം. ഇവിടെ ബ്രൗൺ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്. ബ്രഷിൽ വെള്ളം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണേ. വെള്ളം ഉണ്ടെങ്കിൽ ദ റീസൺ ഇസ് ഇതിൻ്റെ അടിയിലത്തെ പെയിൻറ്റ് ഇതായി പോരും, വേസ്റ്റഡ് ആയിട്ട് വരും. നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് വലിക്കില്ലേ, ആ വലിക്കുന്ന സമയത്ത് അത് ലൂസായി വരും. ഞാൻ എല്ലാവിടെയും കൊടുക്കുന്നില്ല, ഹിയർ ആൻഡ് ദെയർ ഒന്ന് ജസ്റ്റ് കളേഴ്സ് ഡാബ് ചെയ്ത് കൊടുക്കുന്ന ഈ ബ്രൗൺ ടിൻറ്റില്ലേ, അതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. സാധാരണ ഇത് സെക്കൻഡ് കോട്ട് കൊടുക്കുന്നതിന് പകരം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ ഡിഫറൻസ്. ഇപ്പോൾ ഇത് നമ്മൾ ഒറ്റയടിക്ക് പണി കഴിഞ്ഞു, ഇത് നമ്മളിപ്പോൾ രണ്ടാമത് ചെയ്യല്ലേ. സോ അതാണ് മേജർ ഡിഫറൻസ് ആയിട്ട് വരിക കേട്ടോ.
കംപ്ലീറ്റ് പിക്ചർ ഇസ് കംപ്ലീറ്റ്. കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഉണങ്ങിയതിന് ശേഷം വിൽ ടേൺ ആൻഡ് സീ ഹൗ അതർ സൈഡ് ലുക്സ് ലൈക്സ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ വരുന്നത്. കണ്ടോ, ഇങ്ങനത്തത് നമുക്ക് ഗ്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു മെത്തേഡാണ് ഇത്. ഇനി നമുക്ക് ക്രിയേറ്റീവായിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ മോഡലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് എപ്പിസോഡായിരിക്കും ഒരു ഫൈനലായിട്ട് വരുന്നത്. അതിൽ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ.